ഹായ് ഗായ്സ്, നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ 3 സിനിമകൾ കണ്ട് ഇറങ്ങിയൊരു ദിവസമാണ്. പക്ഷെ ഞാൻ ഓരോ റിവ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കാത്തിരുന്ന ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെ ആവേശത്തെക്കുറിച്ച് പറയാം. ആവേശം ഞാൻ ഫസ്റ്റ് ഷോ ഫാൻസിന്റെ കൂടെ ഇരുന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സ് സീറ്റിൽ പോയിരുന്നിട്ട് കൂക്കി വിളിച്ചു കണ്ട പടമാണ് ഫഹദ് ഫാസിലിന്റെ പടം ആവേശം. ആ പേരിൽ തന്നെ ഉണ്ടെല്ലാം. അതായത് ആവേശം തുളുമ്പുന്ന മൊമെന്റ്സ് നിങ്ങൾ കാണാനാണെങ്കിൽ ആവേശം കാണണമെന്ന് തന്നെ ഞാൻ പറയും. ജിത്തു മാധവൻ എഴുതി സംവിധാനം നിർവഹിച്ച് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് നസ്രിയ നസീം ടീം നിർമ്മിച്ച ഒരു കോളേജ് ഗുണ്ട കണക്ഷന്റെ കഥ പറയുന്ന ആവേശം. അതായത് അവർ ആ പേര് അന്വർത്ഥമാക്കി. സുഷിൻ ഷ്യാമിന്റെ സംഗീതമുണ്ട്, ഫൈറ്റ് സീനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ എടുത്തു പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ ഇതിനകത്ത് കഥ, ക്ലാസ്, കൾട്ട്, മറ്റത് മലഞ്ചന്ത ഇതൊന്നും പറഞ്ഞു പോരുത്. നിങ്ങൾ വെറുതെ ആവേശിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ പടം കാണാൻ പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫഹദ് ഫാസിൽ എല്ലായ്പ്പോഴും ആ മനുഷ്യൻ എന്താണ് ഇങ്ങനെ മെലിഞ്ഞുണങ്ങി വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് ഒരു ഗുണ്ട പരിവേഷത്തിന് ഇത്രയും മെലിഞ്ഞുണങ്ങുന്നതെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫഹദ് ഫാസിൽ എനിക്ക് ബേസിക്കലി ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹം ഇച്ചിരി ഓവറായില്ലേ എന്നെനിക്ക് സംശയം ആവേശം കണ്ടിട്ട്. ഇച്ചിരി ഓവറല്ലേ എന്ന്. പക്ഷെ അതിൽ 3 പിള്ളേരെ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു അങ്ങനെ അവരധികം പടങ്ങളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ആ 3 പിള്ളേരാണ് അതിനകത്തെ പടം അത് അവരുടെ ആക്ടിങ്, അവരുടെ തമാശ അല്ലെങ്കിൽ അവരുടെ ആക്ടിങ് ഒക്കെ കൊള്ളാം. പക്ഷെ സത്യത്തിൽ സിനിമ എന്ന് പറയുന്നത് ഒരാളെ നശിപ്പിക്കാനും ഒരാളെ നന്നാക്കാനുമുള്ള പടമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ബോക്സ് ഓഫീസ് ഹിറ്റൊക്കെ ആവോ പടം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആകുമായിരിക്കും. കാരണം അതിനകത്തിരുന്ന് ആ തിയേറ്റർ മുഴുവൻ ഇളക്കി മറിക്കുമായിരുന്നു. അതിന് ഫാൻസുകാർ ഇളക്കി മറിച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല. മൊത്തം ഫാൻസ് ഉള്ളൂന്നും എനിക്ക് അറിഞ്ഞൂടാ. പടം മൊത്തത്തിൽ ആവേശമാണ്. അതായത് ഒരു ടീനേജ്, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയറിംഗ് കോളേജിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് കോളേജുകളിലാവട്ടെ സംബന്ധിച്ചിടത്തോളം ആ പടം ഒരു ആവേശമായിരിക്കും. കാരണം കള്ളും വെള്ളവും സിഗരറ്റും അടിച്ചു പൊളിക്കാനുള്ള സപ്പോർട്ടും കാശും കറങ്ങാനും ഒരാളെ കിട്ടുകയും, പ്രത്യേകിച്ചും ഔട്ട് ഓഫ് കേരള, കേരളത്തിന് പുറത്ത് ഒരു കോളേജിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം, ആ പ്രായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സീനിയേഴ്സിന്റെ മുമ്പിൽ വിലസാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഭയങ്കര സന്തോഷമാണ്. ഒരുപക്ഷെ ഈ സിനിമ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ റിയലിസ്റ്റിക് ലൈഫായിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് റിയലിസ്റ്റിക് അല്ല, ഒട്ടും റിയലിസ്റ്റിക് അല്ല. കാരണം ഇതൊന്നും റിയാലിറ്റി നടക്കുന്ന കാര്യം. സിനിമ എന്ന് പറയുന്നത് റിയാലിറ്റി അല്ലല്ലോ. അതുകൊണ്ട് ക്ലാസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു മാസ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അത് തിയേറ്ററിൽ ആവേശിക്കുന്നു, യുവജനതയ്ക്ക് ആവേശിക്കാം. എന്തായാലും മുതിർന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു പടമാണ് ആവേശം. മുതിർന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം എന്ത് കോപ്രായമാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു യൂത്ത് എന്ന നിലയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ, പഴയ യൂത്ത് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഇങ്ങനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം. ഇതിനകത്ത് കൂടുതലും ബോയ്സിന്റെ, ലേഡീസ് ഒന്നും ഇല്ല ഇതിനകത്ത്. നായിക കഥാപാത്രങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലേഡി ആക്ട്രസ് തന്നെ ഇല്ല. ഒരാൾ 1-2 പേരേ ഉള്ളൂ അതിനകത്ത്. നമ്മുടെ തമാശക്കാരിയൊക്കെ ഒരു ജസ്റ്റ് സീനിൽ വന്ന് പോകുന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതർവൈസ് അതൊരു കുറെ ഡയലോഗും ഭയങ്കര അടിയും തടയിലും ഒക്കെ രസമുണ്ട് കേട്ടോ. കുറെ തമാശ രൂപീകരിച്ചിട്ട് അതിനകത്ത് ഫഹദ് ഫാസിൽ കുറെ തമാശയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. കുറെ തെലുങ്കൊക്കെ അടിച്ച് തകർക്കുന്നു, ഹിന്ദി അടിച്ച് തകർക്കുന്നു, തമിഴ്. പിള്ളേരൊക്കെ നല്ല ആക്ടിങ് ആണ്. പക്ഷെ പക്ക ഒരു അടിപ്പടം വിത്ത് ഹ്യൂമർ എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിലൊരു കോമാളിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നതാണ് എനിക്ക് ഓൾ ടോട്ടൽ തോന്നിയത്. സമ്മർ സൂപ്പർ പടമൊക്കെയാണ്, പക്ഷെ ഒരു കഥയില്ല. കഥ നോക്കുകയാണെങ്കിൽ പ്ലോട്ടൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഇറങ്ങുന്ന മിക്ക പടങ്ങളും അടിയും തടയും അന്വേഷണം ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ട് ഉണ്ട് ഇതിന്. പക്ഷെ ഇതിനൊരു പ്ലോട്ട് എന്ന് പറയാനൊന്നുമില്ല. ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു വയ്ക്കുന്നു. കുറെ കുട്ടികൾ കോളേജിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നു. കോളേജിൽ അവരെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നു. പിന്നെ അതോടനുബന്ധിച്ച് അവർക്ക് തോന്നുന്നു റിവെഞ്ച്. അതിനുവേണ്ടി അവർ അങ്ങനെ അപ്പോൾ അതിനെ കണ്ടുമുട്ടുന്നു. സ്പോയിലർ ആക്കുന്നില്ല ഞാൻ, കാരണം അത് സ്പോയിലർ ആക്കാനൊന്നും ഇല്ല. കഥയൊന്നും പറയാനില്ല. അത് കഥയില്ല ഈ പടത്തിനകത്ത്. അപ്പൊ അതുകൊണ്ട് കഥയൊന്നും പറയാനില്ല. പിന്നെ കടന്ന് നമുക്ക് കൂക്കി വിളിക്കാം. പല പല സീനുകൾ, പഞ്ച് ഡയലോഗുകൾ, പല പല പഞ്ചിങ്ങുകളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഫഹദിന്റെ കുറെ മാസ് ഡയലോഗുകൾ, മാസ് സ്റ്റൈല്, മാസ് കോപ്രായങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൈയടിക്കാൻ തോന്നും, ചിലപ്പോൾ കൂകാൻ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. ആ സീൻസ് ഒക്കെ അതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലാതെ ചിലപ്പോൾ ഞാൻ ആലോചിക്കാൻ ഈ ഫഹദ് എന്താ ഇങ്ങനെ ആയിപ്പോയി. അയാൾ എന്ത് നല്ല ക്ലാസ് പടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. ഈവൻ പുഷ്പ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, പുള്ളി അതിനകത്ത് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത്
എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആവേശം പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടറാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയാം. പുള്ളി കുറെ എന്തൊക്കെയോ ഡയലോഗുകൾ കാച്ചുന്നു, എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ നമുക്ക് പറയാനുള്ളൂ അതിനകത്ത്. അതല്ലാതെ കൂടുതലൊന്നും നമുക്ക് അതിനകത്ത് പറയാനില്ല. കൂടുതലൊന്നും നമുക്ക് കൂടുതലൊന്നും അതിനകത്ത് ചൊറിഞ്ഞ് നിങ്ങളോട് പറയാനൊന്നുമില്ല. അത് പറയാൻ പറ്റുന്ന ഒരു മൊത്തത്തിലൊരു ആവേശം നിറയ്ക്കുന്ന കഥ. പ്ലോട്ട് കൊണ്ട് ആവേശമില്ല, മ്യൂസിക് കൊണ്ട് ആവേശം, 1-2 പാട്ടുകൾ ഇച്ചിരി എന്നാലും ഇല്ല. നമ്മുടെ കർണകഠോരമായ പാട്ടുകളൊക്കെയാണ് ഇത് കൂടുതലുള്ളത്. ആവേശം എന്ന് പറഞ്ഞ അലമ്പും ബഹളവും കള്ളടിയും ബിയറടിയും സിഗരറ്റടിയും പിന്നെ ഈ പറഞ്ഞുള്ള തല്ലിന് തിരിച്ചു തല്ല്, ഇതൊക്കെ ചേർന്നുള്ള മൊത്തത്തിലൊരു സംഭവം. അതാണ് ആവേശത്തിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിന്റെ പേരിൽ തെറി ചീത്ത നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു പ്രേക്ഷക എന്തെങ്കിലും കണ്ടിട്ട് എപ്പോഴും പറയുന്ന ഇതാണ്, ഫഹദ് ഫാസിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആവാമായിരുന്നു. കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയുക ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അയാൾ. അയാളുടെ എല്ലാ ക്യാരക്ടറിലും സിനിമ ആവറേജ് വമ്പൻ ഹിറ്റ് ആയെങ്കിലും ആവറേജ് നമുക്ക് സിഗ്നേച്ചർ എടുക്കാവുന്ന ഒരു പടമായിരുന്നു അങ്ങേരുടെ ക്യാരക്ടർ. പക്ഷെ ഇതിനകത്ത് അങ്ങേര് വെറും ബോറനായി പോയില്ലേ എന്ന് സംശയം എനിക്ക്. ഇനി ബോറനായിട്ട് അവതരിപ്പിച്ചതായിരിക്കാം. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവി ഒരു 5-ൽ ഒരു 3 കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അത് ഹിറ്റ് ആകുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത മൂവിന്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ ബൈ.